ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അസംസ്കൃത ചണത്തിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ നടത്തിപ്പ് 2 വർഷത്തേക്ക് കൂടി നീട്ടും. സാമൂഹ്യ പരിഷ്കരണങ്ങൾ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മാവേലിക്കര സൈനിക സ്കൂളും ആറന്മുളയിലെ സുഗതോത്സവം സമാപന സമ്മേളനവും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ബ്രൂവറി, PPE കിറ്റ് വിഷയങ്ങളിൽ കേരള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. ഇന്ത്യ ഇംഗ്ലണ്ട് T20 ക്രിക്കറ്റ് പരമ്പരയിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ബംഗളൂരു ഒഡീഷ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2025-26 വിപണന സീസണിൽ അസംസ്കൃത ചണത്തിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ക്വിന്റലിന് 5650 രൂപ കുറഞ്ഞ താങ്ങുവില നിശ്ചയിച്ചതായി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. അസംസ്കൃത ചണ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിലെ 40 ലക്ഷം കുടുംബങ്ങൾക്ക് തീരുമാനം സഹായകരമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. इस वर्ष 2025-26 के सीजन के लिए रॉ जूट की MSP लगभग 6% बढ़ाई गई है. अब वो 5,650 रुपए प्रति क्विंटल रहेगी, जो लागत मूल्य से लगभग 67% ज्यादा है. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി കേന്ദ്ര മന്ത്രിസഭ അവലോകനം ചെയ്തതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. ദൌത്യം മുൻ നിശ്ചയിച്ച പ്രകാരം 2 വർഷത്തേക്ക് കൂടി തുടരാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലിംഗവിവേചനം തടയുന്നതിനും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമത്തിലൂടെ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് തുടരണമെന്നും അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി പാർട്ടിയുടെ ബൂത്ത്തല പ്രവർത്തകരുമായി നമോ ആപ്പിലൂടെ സംവദിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, അജയ് മാക്കൻ എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, ഭഗവന്ത് മാൻ എന്നിവരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. 70 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 5 നടക്കും. 8 വോട്ടെണ്ണൽ. മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാഹ് പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ പരിശോധന നടത്താനുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവിന്മേലുള്ള ഇടക്കാല സ്റ്റേ സുപ്രീം കോടതി നീട്ടി. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും മറ്റാനുകൂല്യങ്ങളും സമയബന്ധിതമായ വിതരണം ചെയ്യാത്തതിനെതിരെ കേരള നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. സർക്കാർ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സർക്കാർ നിഷേധിക്കുന്നതായും 64,923 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചിരിക്കുന്നതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകളും നിയമസഭയിൽ ഇന്ന് നടന്നു. 13 സബ്മിഷനുകളും ഇന്ന് സഭയുടെ പരിഗണനയിൽ വന്നു. കോവിഡ് സമയത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് CAG റിപ്പോർട്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ കിറ്റ് വാങ്ങിയതിൽ ഒരു അപാകതയും ഇല്ലെന്ന് മുൻ ധനമന്ത്രി TM തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു. PPE കിറ്റ് ഇടപാട് CBI അന്വേഷിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ആവശ്യപ്പെട്ടു. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷം രംഗത്തു വന്നു. ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ബ്രൂവറി വിഷയം ഇന്ന് നിയമസഭയിലും ഉന്നയിച്ചിരുന്നു. നിലവിൽ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ശ്രമം പുരോഗമിക്കുകയാണെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. നയരൂപീകരണത്തിൽ പരിശീലനം ലഭിച്ച ആളുകളുടെ സേവനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
ഉത്കർഷ് ഒഡീഷ മേക്ക് ഇൻ ഒഡീഷ കോൺക്ലേവ് 2025 ഈ മാസം 28-ന് ഭുവനേശ്വറിലെ ജനതാ മൈതാനിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സമ്മേളനത്തിൽ 12ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായികളും നിക്ഷേപകരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സാമൂഹ്യ പരിഷ്കരണങ്ങൾ ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആത്മീയ, ശാസ്ത്ര, കലാ, സാഹിത്യ മേഖലകളിൽ തിളങ്ങിയ നിരവധി മഹത് വ്യക്തിത്വങ്ങളെ സൃഷ്ടിച്ച നാടാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. ആറന്മുളയിൽ കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. Kerala has produced some illustrious personality in all fields, from spirituality in science and arts to literature. And Kerala was one of the first states to undertake the social reforms. Friends, the role of the people of Kerala in India's independence movement is a very story of courage and unwavering commitment to the nation. പൊതു നന്മയ്ക്കായി ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള കവിതകളുടെ ശക്തി തിരിച്ചറിഞ്ഞ കവയത്രിയായിരുന്നു സുഗതകുമാരിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മാവേലിക്കരയിൽ വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂളിന്റെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി നാളെ രാവിലെ കൊച്ചിയിൽ നിന്നും വാരണാസിയിലേക്ക് മടങ്ങും. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ 148 അംഗ നാവിക സംഘത്തെ ലഫ്റ്റനന്റ് കമാൻഡർ സാഹിൽ അലുവാലിയ നയിക്കും. 6 വനിതാ അഗ്നിവീറുകൾ ഉൾപ്പെടുന്ന നാവികസേനാ ബാൻഡും പരേഡിൽ അണിനിരക്കും. മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിൽ പരന്ത റെയിൽവേ സ്റ്റേഷന് സമീപം കർണാടക എക്സ്പ്രസ് ഇടിച്ച് 8ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. തീവണ്ടിയുടെ ചക്രങ്ങളിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് തീപിടുത്തമുണ്ടാകുമെന്ന് ഭയന്ന് പുഷ്പക് എക്സ്പ്രസിലെ യാത്രക്കാർ രക്ഷപ്പെടാനായി ട്രാക്കിലേക്ക് ചാടിയതാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയതെന്നാണ് വിവരം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം കൊൽക്കത്തയിലെ ഏദൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 3.5 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 38 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിൽ 5 മത്സരങ്ങളാണുള്ളത്. ISL ഫുട്ബോളിൽ ബംഗളൂരു FC ഒഡീഷ FC പോരാട്ടം. ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖോ ലോകകപ്പ് ജേതാക്കളായ പുരുഷ വനിതാ ടീമുകളെ യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. പരമ്പരാഗത ഗെയിമുകൾ, സാമൂഹ്യബോധം, രാജ്യത്തിന്റെ കായിക മൂല്യങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതായി ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഖേലോ ഇന്ത്യ സീസൺ 2025 വിന്റർ ഗെയിംസോടെ നാളെ ലഡാക്കിൽ തുടക്കമാകും. 5 ദിവസമായി നടക്കുന്ന ഗെയിംസിൽ ഐസ് ഹോക്കി, ഐസ് സ്കേറ്റിംഗ് എന്നീ 2 ഇനങ്ങളിലായി രാജ്യമെമ്പാടുമുള്ള 19 ടീമുകൾ മത്സരിക്കും. ഗെയിംസിന്റെ 2ാം ഘട്ടം ഫെബ്രുവരി 22-25 വരെ ജമ്മു കാശ്മീരിൽ നടക്കും. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നു. ത്രിവേണി സംകുലിൽ നടന്ന യോഗത്തിൽ സംസ്ഥാനത്തെ 54 മന്ത്രിമാരും പങ്കെടുത്തു. ഹത്രാസ്, ബാഗ്പത്ത്, കാസ്ഗഞ്ച് എന്നിവിടങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മെഡിക്കൽ കോളേജുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപക രജിസ്ട്രേഷനുകൾ വർദ്ധിക്കുന്നതായി NSE ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീറാം കൃഷ്ണൻ. ഈ മാസം 20-ന് NSEയിലെ നിക്ഷേപ രജിസ്ട്രേഷൻ 11 കോടി പിന്നിടുകയും മൊത്തം അക്കൗണ്ടുകളുടെ എണ്ണം 21 കോടിയിലെത്തുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. വടക്കു പടിഞ്ഞാറൻ തുർക്കിയയിലെ ബഹുനില റിസോർട്ടിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 76ആയി. 51 പേർക്ക് പരിക്കേറ്റു. 200-ലേറെ പേരെ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തി. റിസോർട്ടിലെ റെസ്റ്റോറന്റിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഹോട്ടൽ ഉടമ ഉൾപ്പെടെ 9 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുത്തു. നിയമവാഴ്ച, ജനാധിപത്യ മൂല്യങ്ങൾ, പരമാധികാരം, പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിൽ ഇൻഡോ പസഫിക് മേഖലയ്ക്കുള്ള പ്രതിബദ്ധത ഉറപ്പിക്കുന്നതായിരുന്നു കൂടിക്കാഴ്ചയെന്ന് US വിദേശകാര്യ വകുപ്പ് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അസംസ്കൃത ചണത്തിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ നടത്തിപ്പ് 2 വർഷത്തേക്ക് കൂടി നീട്ടും. സാമൂഹ്യ പരിഷ്കരണങ്ങൾ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മാവേലിക്കര സൈനിക് സ്കൂളും ആറന്മുളയിലെ സുഗതോത്സവം സമാപന സമ്മേളനവും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ബ്രൂവറി, PPE കിറ്റ് വിഷയങ്ങളിൽ കേരള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ബംഗളൂരു ഒഡീഷ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.